കൂട്ടുകാരെ എല്ലാവർക്കും സുഖമാണല്ലോ. അപ്പോൾ എൻ്റെ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ഒരു നാടൻ വിഭവമാണ്. ഈ കൂമ്പ് നിങ്ങൾ മുമ്പ് കണ്ടിട്ടുണ്ടാവുമല്ലോ എൻ്റെ വീഡിയോയിൽ. ഇതിൻ്റെ ഉള്ളിലൊരു പൂവ് ഉണ്ടാവുമല്ലോ, നമ്മളെ തേനൊക്കെ കുടിച്ചിട്ടുണ്ടായിരുന്ന പൂവ്. ആ പൂവ് കൊണ്ട് നല്ലൊരു കറി വെച്ചിട്ടുണ്ട് കേട്ടോ. അത് അടിപൊളി കറിയാണ്, എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ കാണാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കിക്കോളൂ കേട്ടോ. അപ്പോൾ ആ കൂമ്പ് ഞാൻ എടുത്തു വെച്ചതാണ്. ഇത് ചെറുതാണെങ്കിലും നമുക്ക് നല്ലൊരു അടിപൊളി ഉപ്പേരി തയ്യാറാക്കാൻ പറ്റും. 2 നേരത്തേക്കും നമുക്ക് കഴിക്കാൻ പറ്റുന്ന ഒരു ഉപ്പേരി ഈ ഒരു ചെറിയ കൂമ്പ് കൊണ്ട് തന്നെ തയ്യാറാക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇത് നന്നായി കഴുകിയെടുത്തിട്ടുണ്ട് ഞാൻ. പിന്നെ എനിക്ക് മെയിനായിട്ട് വേണ്ടത് ചെറുപയറാണ് കേട്ടോ. അപ്പോൾ തലേ ദിവസം വെള്ളത്തിലിട്ടുകൊണ്ട് ചെറുതായി മുളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ എന്താ ഗുണമെന്നറിയോ, പെട്ടെന്ന് നമുക്ക് വെന്ത് കിട്ടുട്ടോ. ഒരാവി കയറി ഒരു നുള്ള വെള്ളം കൂടി ഒഴിച്ചു കൊടുത്താൽ പെട്ടെന്ന് നമുക്ക് വെന്ത് കിട്ടുട്ടോ. അപ്പോൾ മുളച്ച പയറും കൂടി ആകുമ്പോൾ ഒന്നും കൂടി ഗുണങ്ങളാണല്ലോ ഇതിന്. മുളച്ച പയർ കഴിക്കുന്നത് വളരെ നല്ലതാണ്. അപ്പോൾ നമുക്ക് ഇനി ഇത് എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം കേട്ടോ. ഇതിനെ വാഴക്കൂമ്പ്, വാഴമാണി, വാഴച്ചുണ്ട് എന്നൊക്കെ പല നാടുകളിലും പറയും. അപ്പോൾ ഇനി ഇത് നേരാക്കുന്നത് എങ്ങനെയാണെന്നും കാണിച്ചു തരാം. നേരാക്കാന്ന് പറഞ്ഞാൽ ഇത് നമ്മൾ അരിഞ്ഞെടുക്കുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം കേട്ടോ. ചിലവർക്കൊന്നും അറിയില്ല. അപ്പോൾ അതിൻ്റെ വാടിയ ഭാഗമൊക്കെ കളയുക കേട്ടോ. ആ തൊലിയൊക്കെ പൊളിച്ച് കളയുക വാടിയിട്ടുണ്ടെങ്കിൽ. അപ്പോൾ ഞാൻ തൊലിച്ച് കളഞ്ഞിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് നിങ്ങൾ കാണാനിരുന്ന്. ഇതേപോലെ ഒന്ന് കൊത്തി അരിഞ്ഞ് കൊടുക്കുകയാണെങ്കിൽ നമ്മൾ തോരൻ വയ്ക്കുമ്പോൾ നല്ലതായിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ അതായത് മേലെ ഇങ്ങനെ കൊത്തി കൊത്തി ഇങ്ങനെ അരിഞ്ഞു കൊടുക്കുകയാണ് ചെയ്യേണ്ടത് കേട്ടോ. അപ്പം ഞാനിങ്ങനെ കൊത്തി അരിയുന്നത് അത്ര പെർഫെക്റ്റ് ഒന്നും അല്ല, കാരണം ഞാൻ അങ്ങനെ ചെയ്ത് ശീലമല്ലല്ലോ. ഡെയിലി ചെയ്യുന്നവർക്കൊക്കെ ഇത് സിമ്പിളായിട്ട് വളരെ പെട്ടെന്ന് ഇതിങ്ങനെ കൊത്തി അരിഞ്ഞെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇതിനൊരു കറച്ചവ ഉണ്ടല്ലോ, അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നമ്മൾ കൊത്തി അരിയുമ്പോൾ മേൽഭാഗം ഇങ്ങനെ നമുക്ക് മൊത്തത്തിൽ കൊത്തി അരിഞ്ഞെടുക്കാം. പക്ഷെ ഒരു നുള്ളം കൂടെ താഴത്തേക്ക് പോകുമ്പോൾ എന്താ ചെയ്യേണ്ടതെന്നറിയോ, അരികു മാത്രം കണ്ടില്ല, ഞാൻ ഈ വീഡിയോ ചെയ്യുന്ന പോലെ അരികു മാത്രം കൊത്തിയെടുക്കുക. നടുവിലൊരു വെള്ള തണ്ട് പോലെ ഉണ്ടാവും, അപ്പോൾ അത് കളയണം കേട്ടോ. കണ്ടില്ലേ, ഇതിൽ നടുവിലൊരു വെള്ള കളറിൽ കാണുന്നത്, അത് നമുക്ക് കളയണം. അല്ലെങ്കിൽ അതിനൊരു കറച്ചവയാണ്, നമ്മൾ തോരൻ വയ്ക്കുന്ന സമയത്ത് ഒരു ടേസ്റ്റ് വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ ഇതിങ്ങനെ ഇങ്ങനെ കൊത്തി അരിഞ്ഞിട്ട് അരികു കൂടെ ഒന്ന് നമ്മൾ അരിഞ്ഞു കൊടുക്കുക. അപ്പോൾ നടുവിൽ അതിങ്ങനെ വേറെ കിട്ടും. അപ്പോൾ നമുക്കത് മാറ്റിയെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ അതിങ്ങനെ അരികിലൊന്ന് കൊത്തിയെടുത്താൽ മതി കേട്ടോ. ഇപ്പോൾ കണ്ടില്ലേ, ആ ഒരു തണ്ട് പോലെ നടുവിൽ. അപ്പോൾ ഇത് നമ്മൾക്ക് മാറ്റിയെടുക്കണം. എന്നിട്ടാണ് ബാക്കിയെല്ലാം കൊത്തിയരിഞ്ഞ് താഴെ വരെ അങ്ങനെ കൊത്തിയരിഞ്ഞെടുക്കുക കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയിൽ നമുക്കത് കൊത്തി അരിഞ്ഞ് വെച്ചതിന് ശേഷമോ അല്ലെങ്കിൽ അതിന് മുമ്പോ ഇതേപോലെ ചെറുപയർ വേവാനിടാം കേട്ടോ. ചെറുപയർ വളരെ പെട്ടെന്ന് വെന്ത് കിട്ടും. ഞാനൊരു 1/4 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുള്ളൂ. തലേ ദിവസം വെള്ളത്തിലിട്ടുകൊണ്ട് തന്നെ ഒന്നൊരാവി കയറിയത് പെട്ടെന്ന് വെന്ത് കിട്ടും. കുറച്ച് ഉപ്പും ചേർത്ത് കൊടുത്തിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കുന്നുണ്ട്. അടച്ചു വെച്ചാൽ ഒരു 2 മിനിറ്റിൻ്റെ ഉള്ളിൽ തന്നെ ഇത് വെന്ത് കിട്ടും. ഇനിയിപ്പോൾ വെള്ളത്തിലിടാൻ മറന്നു പോയെങ്കിലും നമുക്ക് കുക്കറിലാണെങ്കിലും വേവിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ അതാ നമ്മളെല്ലാതും കൊത്തിയരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിൽ നൈസായിട്ട് കൊത്തിയരിഞ്ഞെടുക്കാൻ പറ്റും. അപ്പോൾ ഞാൻ കൊത്തിയരിഞ്ഞപ്പോൾ ഇത്രയൊക്കെ വരുന്നുള്ളൂ. അപ്പോൾ ഇനി ഇതിൻ്റെ കറ കളയാനായിട്ട് ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിൽ നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ച് നന്നായി ഇളക്കി മിക്സാക്കി കൊടുക്കുമ്പോൾ, കൈകൊണ്ട് തന്നെ നന്നായിട്ട് ഇതാക്കി കൊടുക്കുമ്പോൾ അതിലൊരു നാര് നമ്മുടെ വിരലിൽ കൂടെ നാര് ഇതാവട്ടോ. നമ്മളൊന്ന് ഇതേപോലെ വട്ടം ചുറ്റിച്ച് കൊടുക്കുക. ആദ്യം നന്നായി വെളിച്ചെണ്ണ മിക്സാക്കിയിട്ട് പിന്നെ ഇങ്ങനെ കൈ കൊണ്ടൊന്ന് വട്ടം ചുറ്റിച്ച് കൊടുക്കുമ്പോൾ അതിൽ നമ്മുടെ കയ്യിൽ വിരലിലുണ്ടല്ലോ, വിരലിൽ ഒരു നാര് പോലെ കണ്ടില്ലേ, ഒരു നാര് പോലെ ഉണ്ടാവുമല്ലോ, അത് നമുക്ക് കിട്ടും കേട്ടോ. അപ്പോൾ ഈ കട്ടയൊക്കെ നമുക്ക് ഈ നാരിൻ്റെ ഈ കട്ടയൊക്കെ കളയണം. ചിലതിൽ നല്ല ഉണ്ടാവും, ചിലതിൽ ഇതേപോലെ കുറച്ചുണ്ടാവുള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ ചെയ്തെടുത്തപ്പോൾ കുറച്ചേ കിട്ടിയുള്ളൂ. അപ്പോൾ ഇത് നമുക്ക് ഇതേപോലെ കളഞ്ഞെടുക്കുക. എന്നിട്ട് അത് ഒരു 5 മിനിറ്റ് ആണി വെക്കുക കേട്ടോ. അപ്പോൾ അതിൻ്റെ വെളിച്ചെണ്ണയൊക്കെ പിടിച്ചുകൊണ്ട് അത് നന്നായിട്ട് ഇതിൻ്റെ കറച്ചവയൊക്കെ പോയി നന്നായിട്ടിരിക്കും. കഴുകേണ്ട ആവശ്യമൊന്നുമില്ല, നമ്മൾ കഴുകിയിട്ടല്ലേ അരിഞ്ഞത്. അതിൻ്റെ ഇടയിൽ നമ്മുടെ ചെറുപയറൊക്കെ വെന്ത് കിടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ വെന്ത് നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അരപ്പ് എന്താണെന്ന് നോക്കട്ടെ. കണ്ടില്ല, ഞാൻ ആ അരിഞ്ഞതിൻ്റെ കറയാണ് കേട്ടോ. അതൊന്നും നമ്മൾ ശ്രദ്ധിക്കേണ്ട, അതൊക്കെ പെട്ടെന്ന് പോയി കിട്ടും കേട്ടോ. അപ്പോൾ തന്നെ ഉണ്ടാവുള്ളൂ, പിന്നെയൊക്കെ പോയി കിട്ടും. അപ്പോൾ ഇതിന് വേണ്ടത് നമ്മൾ തേങ്ങ ഒന്ന് ഒതുക്കിയെടുക്കാൻ വേണ്ടിയിട്ട് 2 വെളുത്തുള്ളി, പിന്നെ അതുപോലെ 3-4 ചുവന്നുള്ളിയും ഇത്രയും പച്ചമുളകും എടുത്തിട്ടുണ്ട്. കാരണം ചെറുപയറിലേക്കും ഈ നമ്മൾ ചെയ്ത വാഴക്കൂമ്പിലേക്കും എരിവ് പിടിക്കണമല്ലോ. അപ്പോൾ നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് എടുക്കുക കേട്ടോ. അപ്പോൾ ഇതൊന്ന് നമുക്ക് ചതച്ച് വരണം, ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കുക കേട്ടോ. കണ്ടില്ല, അത് ഇത്രയേ ആവേണ്ടുള്ളൂ, നല്ല അരിഞ്ഞു പോകണ്ട. അരിഞ്ഞു പോകുമ്പോൾ ടേസ്റ്റ് ഉണ്ടാവില്ല. നമ്മൾ എപ്പോഴും തോരനൊക്കെ വയ്ക്കുമ്പോൾ തയ്യാറാക്കുന്ന പോലെ തന്നെ നമ്മൾക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഇനി നമുക്ക് ഇത് തയ്യാറാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം കേട്ടോ. അപ്പോൾ ചീനിച്ചട്ടി വെച്ചിട്ടുണ്ട്. നമ്മൾ നാടൻ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട്.
വെളിച്ചെണ്ണ നന്നായിട്ട് മൂത്ത് വന്നതിന് ശേഷം നമുക്ക് കുറച്ച് കടുക് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ കടുക് ചേർത്തിട്ട് നന്നായിട്ട് പൊട്ടി വരുമ്പോൾ നമ്മൾ 3 ഉണക്കമുളക് ചേർത്ത് കൊടുക്കുക കേട്ടോ. കറിവേപ്പില ഉണ്ടെങ്കിൽ അതും ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇതൊന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ തേങ്ങ ഒതുക്കി വെച്ചില്ലേ അതൊന്ന് ചേർത്ത് കൊടുത്തിട്ട് മൂപ്പിച്ചെടുക്കണം കേട്ടോ. സാധാ നമ്മൾ തോരൻ വയ്ക്കുന്ന പോലെ തന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക. അപ്പോൾ കുറേ നേരം വയ്ക്കുകയൊന്നും വേണ്ട. ഇതിൻ്റെ ആ ഒരു വെള്ളമയം മാറുന്നത് വരെ ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ അതാ നമ്മുടെ തേങ്ങ മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് നമ്മൾ നേരത്തെ എടുത്ത് വെച്ച നമ്മുടെ വാഴക്കൂമ്പ് അരിഞ്ഞത് ചേർത്ത് കൊടുക്കുക കേട്ടോ. വാഴക്കൂമ്പ് അരിഞ്ഞതെല്ലാം കൂടി ചേർത്ത് കൊടുത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക. ഈ തേങ്ങയും ഇതും കൂടി നന്നായിട്ട് എല്ലാ ഭാഗവും യോജിപ്പിക്കുന്ന പോലെ എല്ലാ ഭാഗവും ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇത് തേങ്ങയും ഇതും ആയതുകൊണ്ട് പെട്ടെന്ന് അടി പിടിക്കും. അപ്പോൾ നമ്മൾ കൈവിടാതെ ഒന്ന് ഇളക്കി കൊടുക്കണം. അപ്പോൾ ഇതിൽ നമ്മൾ ഇതുവരെ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടില്ല. അപ്പോൾ ഇതിൽ ഉപ്പ് ചേർത്ത് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ചെറുപയറിൽ ഉപ്പിട്ടിട്ടാണ് വേവിച്ചിരിക്കുന്നത്. അപ്പോൾ 2 കൂടിയാകുമ്പോൾ ഒരുപാട് ഉപ്പാവരുത്. അപ്പോൾ ഇതിൽ നോക്കിയിട്ട് ഉപ്പിട്ടാൽ മതി കേട്ടോ. കുറച്ച് ഉപ്പിട്ടതിന് ശേഷം പിന്നെ നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ കുറച്ച് ഉപ്പിടാം. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. നമ്മൾ സിമ്മിലിട്ടിട്ട് വേണം ഇത് ചെയ്യാൻ വേണ്ടിയിട്ട്. ലോ ഫ്ലെയിമിലിട്ടിട്ട് വെള്ളമൊന്നും ഒഴിച്ചെടുക്കാത്തതുകൊണ്ട് തന്നെ ഇത് അടി പിടിക്കാനുള്ള സാധ്യതയുണ്ട് കേട്ടോ. അപ്പോൾ ഇത് തുറന്ന് വെച്ചിട്ട് വേണം വേവിക്കാൻ. എന്നിട്ട് വെന്തതിന് ശേഷം ഒന്നൊന്ന് അടച്ച് വെച്ച് വേവിക്കുക. വെന്തതിന് ശേഷം മാത്രമേ ഒന്ന് അടച്ച് വയ്ക്കാൻ പാടുള്ളൂ. അപ്പോൾ ഇത് തുറന്ന് വെച്ചിട്ട് നമുക്ക് വേവിച്ചെടുക്കാം. ഇനി അത് വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിതൊന്ന് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കുകയാണ്. ഒരു മിനിറ്റ് ഒന്ന് കഴിയുമ്പോൾ തന്നെ നമ്മുടെ ഇത് നന്നായിട്ടൊന്ന് നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ടാവും. അപ്പോൾ ഇനി ഇതിലേക്ക് നമുക്ക് ചെറുപയർ ചേർത്ത് കൊടുക്കാം. നമ്മൾ നേരത്തെ വേവിച്ച് വെച്ച ചെറുപയറില്ലേ അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ചെറുപയറും ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ ഈ സമയത്ത് നമ്മൾ ഇളക്കി മിക്സ് ആക്കുന്ന സമയത്ത് ഉപ്പൊക്കെ പാകം നോക്കിയിട്ട് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ നന്നായിട്ടൊന്ന് ഇളക്കി എല്ലാവിടെയും അതിൻ്റെ ഉപ്പും എരിവും എല്ലാം പിടിക്കാൻ വേണ്ടിയിട്ട് ചെറുപയറും ചേർത്തപ്പോൾ ആ ചെറുപയറിലേക്കും കൂടി ഉപ്പും എരിവും എല്ലാം കൂടി പിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഒന്നൊന്ന് മിക്സാക്കി കൊടുത്തിട്ട് ഒരു 2 ആവി കയറിയ നമ്മുടെ ഉപ്പേരി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അടിപൊളി ഉപ്പേരിയാണ് കേട്ടോ. നമുക്ക് ഇത്രയും ചെറിയൊരു കൂമ്പ് കൊണ്ട് കണ്ടില്ലേ ഇപ്പോൾ ചട്ടി നിറഞ്ഞു, നമ്മുടെ ചീനച്ചട്ടി നിറഞ്ഞു കേട്ടോ ഉപ്പേരി. അപ്പോൾ ചെറുപയർ നമ്മൾ തോനെ എടുത്താലും കുഴപ്പമൊന്നുമില്ല. കാരണം ചെറുപയർ കഴിക്കുന്നത് വളരെ നല്ലൊരു സംഭവമാണ്. ചെറുപയർ ആരോഗ്യത്തിന് വളരെ നല്ലതാണ് കേട്ടോ. അപ്പോൾ അതാ നമ്മുടെ ഉപ്പേരി തയ്യാറായിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത് കേട്ടോ. ചെറിയൊരു വാഴക്കൂമ്പ് മതി ഉപ്പേരി വയ്ക്കാനായിട്ട്. നമുക്ക് 2 നേരത്തേക്കുള്ള ഉപ്പേരി റെഡിയാണ് കേട്ടോ. അപ്പോൾ അതാ ഉപ്പേരി സൂപ്പറായി കിട്ടിയിട്ടുണ്ട്. ഈ ഉപ്പേരി നമുക്ക് ആരോഗ്യത്തിന് വളരെ ഗുണം ചെയ്യുന്ന ഒരു ഉപ്പേരിയാണ് കേട്ടോ. ഷുഗറുകാർക്കും പ്രഷറുകാർക്കും അതുപോലെ എല്ലാ അസുഖക്കാർക്കും ഈ ഉപ്പേരി കഴിക്കുന്നത് വളരെ നല്ലതാണ്. അപ്പോൾ ഷുഗർ ഉള്ളവർക്കൊക്കെ ഒരു നേരത്തെ ഭക്ഷണമാക്കാം ഈ ഉപ്പേരി. അപ്പോൾ അതാ നമ്മുടെ ഉപ്പേരി ചന്തത്തിൽ ഞാനൊരു പാത്രത്തിലാക്കിയിട്ട് ഒരു പ്ലേറ്റിലാക്കിയിട്ട് നല്ലൊരു ചന്തത്തിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇത് കാണാൻ തന്നെ നല്ല രസമുണ്ട് അല്ലേ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത് കേട്ടോ. സൂപ്പറാണ് ഉപ്പേരി. നമ്മൾ ആരോഗ്യത്തിനും നല്ലതാണ്, കുട്ടികൾക്കൊക്കെ കൊടുത്താൽ വളരെ നല്ലതാണ്. അപ്പോൾ എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബായ്.